അക്കൗണ്ടന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ചാനലിൽ മെയിനായിട്ട് പറയുന്നത് ടാക്സ്, ഇൻകം ടാക്സ്, അതുപോലെ GST, ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഓൺലൈൻ അപ്ഡേഷൻസ്, അങ്ങനെ ആധാർ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, അതായത് നമ്മളിന്ന് വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഏതാണ് ഇൻഷുറൻസ് ഉള്ളത്, അതായത് ഫുൾ കവറാണ്, തേർഡ് പാർട്ടിയാണ്, അത് വേഗം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് വണ്ടിയുടെ ഇൻഷുറൻസിനെ പറ്റിയാണ്. നിങ്ങളുടെ കാർ ആയാലും ബൈക്ക് ആയാലും എന്ത് വണ്ടി ആയാലും അതിൻ്റെ ഇൻഷുറൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടി, അതായത് ഇപ്പോൾ കാറായാലും ബൈക്കായാലും ഞാൻ പറഞ്ഞ പോലെ ഇൻഷുറൻസ് വേണമെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, അതുപോലെ തന്നെ വാഹനം പുറത്തേക്ക് ഇറക്കുക, റോട്ടിലേക്ക് ഇറക്കുന്നത്, പബ്ലിക് സ്പേസിലേക്കൊക്കെ ഇറക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻഷുറൻസ് വേണം. നമ്മളിപ്പോൾ വണ്ടി പുതിയത് മേടിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പ്രൈസിൽ, ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നതിൽ നമ്മുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്തായാലും ഉണ്ടാവും. അതായത് നമുക്ക് മിനിമം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും വേണം, ഫുൾ കവർ വേണമെന്നില്ല, തേർഡ് പാർട്ടി എന്തായാലും വേണം. അപ്പോൾ ആ ഒരു പ്രൈസ് അടക്കമാണ് നമ്മുടെ വെഹിക്കിളിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഏതാണ് ഇൻഷുറൻസ് ഞാൻ ചോദിച്ചു. അപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിൽ, ഫുൾ കവർ ആണെങ്കിൽ, അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, നിങ്ങൾ വണ്ടി ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ വണ്ടിക്കുള്ളതെങ്കിൽ ആ ഒരു ഡാമേജ് ഉണ്ടാവും. നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് അല്ല, ആ ഒരു ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ്, ലീഗൽ എക്സ്പെൻസ്, പെനാൽറ്റി, ഇതെല്ലാമാണ് ഈ ഒരു കവറേജിൽ ക്ലെയിമായി പോകുന്നത്. അതായത് നമ്മുടെ ഇൻഷുറൻസിന് ലയബിലിറ്റി ഓൺലി പാക്കേജ് നാം എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫുൾ കവർ ആണെങ്കിൽ ഫുൾ കവർ പാക്കേജ് എന്നും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻഷുറൻസ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുക. താരതമ്യേന ഫുൾ കവറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസിന് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് നോൺ LIC ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കാം. അതായത് ജനറൽ ഇൻഷുറൻസിൻ്റെ കമ്പനീസിൽ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. നമ്മുടെ ഫോണിൽ കൂടി എടുക്കാൻ പറ്റും, സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഈ പറയുന്ന പോലെ ഒരു അപകടം ഉണ്ടായാൽ കിട്ടുന്നത് 3 പാർട്ടിയാണ് ഇതിൽ വരുന്നത്. അതായത് ബയ്യർ ആയിട്ടുള്ള നമ്മൾ, സെല്ലർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി, പിന്നെ ബെനിഫിഷ്യറി ആയിട്ടുള്ള തേർഡ് പാർട്ടി. ഇതിൽ തേർഡ് പാർട്ടിക്കാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അതായത് എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ തേർഡ് പാർട്ടിക്ക് വരുന്ന എക്സ്പെൻസും ഇതൊക്കെയാണ് ഇതിൽ ക്ലെയിമായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ അതിൽ പറയുന്ന പോലെ തേർഡ് പാർട്ടിക്ക് മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിൽ വരുന്ന അതർ പാർട്ടിക്ക് വരുന്ന ഡാമേജ് അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ മെയിൻ കോമ്പൻസേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എന്തായാലും ഇൻഷുറൻസ് വേണം. അപ്പോൾ പരമാവധി ഫുൾ കവർ എടുക്കുകയാണെങ്കിലുള്ള ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുൾ കവർ എടുക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിക്കോ നിങ്ങളുടെ ലൈഫിനോ അതുപോലെ തന്നെ വണ്ടിക്ക് വരുന്ന ലീഗൽ, ഈ ഒരു കേസ് നടത്താൻ വരുന്ന ലീഗൽ ചാർജ്, അതുപോലെ പെനാൽറ്റി, ഇതെല്ലാം നമുക്ക് ഈ ഒരു കോമ്പൻസേഷനിലൂടെ കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ റിപ്പയർമെൻറ്റ്, ചെറിയൊരു ഡാമേജ് ഒക്കെ ആണെങ്കിൽ വണ്ടിയുടെ റിപ്പയർമെൻറ്റിനും ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഫുൾ കവർ ആണെങ്കിൽ കിട്ടും. അപ്പോൾ എപ്പോഴും ഫുൾ കവർ എടുക്കുകയാണ് ബെറ്റർ. നിങ്ങൾ ചെറിയൊരു എമൗണ്ട് വ്യത്യാസത്തിന് അല്ലെങ്കിൽ എമൗണ്ട് വ്യത്യാസം ആ ഒരു നേരത്തെ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പരമാവധി ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ എടുക്കുക. എന്നാലാണ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. പറയുന്ന പോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അതാണ് മെയിനായിട്ട് നിങ്ങൾ തേർഡ് പാർട്ടി എടുത്താൽ, നിങ്ങൾ പൈസയുടെ ലാഭം നോക്കി തേർഡ് പാർട്ടി എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസും ഫുൾ കവർ ഇൻഷുറൻസും നിങ്ങളുടെ വണ്ടിക്ക് ഇതിലേതാണെന്ന് ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ തേർഡ് പാർട്ടി എടുക്കാനുള്ള പ്രശ്നമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ പരമാവധി നിങ്ങൾ ഫുൾ കവർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ അതാണ് നമുക്കും കൂടി ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഫുൾ കവർ എടുക്കുമ്പോഴാണ്. അതേപോലെ വേറൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങാനും സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിൽ അതിന് ലോൺ കിട്ടാനൊക്കെ ഫുൾ കവർ ഉള്ളതാണ് എപ്പോഴും നല്ലത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ലോൺ അവൈലബിലിറ്റി ഒക്കെ കൂടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടത്, ലോ ആയി ബന്ധപ്പെട്ടത്, GST, ടാക്സ്, ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. വേഗം തന്നെ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.